അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം പരിശുദ്ധ ഖുർആനിനെ കേട്ടാൽ ഉണ്ടാകുന്ന ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും നമ്മുടെ ശരീരത്തിനും ശിഫയുണ്ട്, രോഗശമനമുണ്ട് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആയത്ത് ഓതി അതിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോഴേക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് വളരെ ചുരുക്കി പറയുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരു അതിവിദഗ്ധനും പ്രസിദ്ധനുമായ ഡോക്ടർ അഹമ്മദ് ഖാദിയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളായ ഒരുപാട് ഡോക്ടേഴ്സും ചേർന്ന് ഒരു പഠനം നടത്തി. ഈ പഠനം വൻലി ഖുർആനിനെ കേട്ടാൽ, ഖുർആനോത്ത് കേട്ടാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഫലങ്ങളുമാണ്. അതിനെപ്പറ്റിയാണ് അവർ റീസർച്ച് നടത്തിയത്. റീസർച്ച് പല രോഗികളെയും സംഘടിപ്പിച്ചുകൊണ്ട് പല ഡിവൈസുകൾ വെച്ചുകൊണ്ടാണ് റീസർച്ച് നടത്തിയത്. ആ റീസർച്ചിൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഖുർആൻ ഓതിയാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുമൂലം നമ്മുടെ ശരീരത്തിന് ഔഷധ ഫലങ്ങളും ലഭിക്കുന്നു. ഇവരുടെ വിഷയം കേട്ടാൽ, വൻലി ഖുർആൻ കേട്ടാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ ഔഷധ ഗുണങ്ങൾ അതുമൂലം നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിനും എന്നായിരുന്നു. അതിലവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഖുർആൻ കേട്ട് ഉറങ്ങിയാൽ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ട്, മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറയുന്നു, അവർ പറഞ്ഞു, നമ്മുടെ ഇമ്മ്യൂൺ പവർ, രോഗപ്രതിരോധ ശക്തി, രോഗനിരോധക ശക്തി ഇങ്ങനെ ഖുർആൻ കേട്ട് ഉറങ്ങിയാൽ അതിന് വലിയ ശക്തി ലഭിക്കുന്നു, അത് ശക്തി ആർജിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത്, ആരാണെങ്കിലും കുട്ടികളോ വലിയവരോ അത് കേട്ട് ഉറങ്ങിയാൽ അവർ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരിക്കും. 3, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ, ഏകാഗ്രത പവർ അത് കൂടും. ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ ക്ലാസ് നടക്കുന്ന സമയത്ത് നാം ശ്രദ്ധയോടെ കേൾക്കുന്ന ആ അവസ്ഥക്കാണ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത എന്ന് പറയുന്നത്. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് കണ്ടുവരുന്നത്. 4, നമ്മുടെ സ്വഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. എന്ത് മോശമായ സ്വഭാവം ഉണ്ടെങ്കിലും അത് ക്രമേണ ആ സ്വഭാവങ്ങൾ മാറി നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. വിട്ടുമാറാത്ത പഴകിയ പല രോഗങ്ങൾക്കും ശമനം ഉണ്ടാകും.
നമ്മുടെ ആത്മാവിന് വലിയൊരു ശാന്തി അതുമൂലം ലഭിക്കും. അതോടൊപ്പം നമ്മുടെ ഞരമ്പുകൾക്ക് അതിലുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാകും. നല്ല നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഭയം, സംശയം, ഉത്കണ്ഠ, വിഷാദം പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഖുർആൻ കേട്ട് ഉറങ്ങുന്നവർക്ക് ഉണ്ടാവുകയില്ല. പനി, ജലദോഷം, തലവേദന ഇതുപോലെയുള്ള അലർജിക്ക് രോഗങ്ങൾ ശരിക്കും മാറും. നമ്മുടെ സംസാരശേഷിയിൽ വലിയൊരു പുരോഗതി ഉണ്ടാകും. നല്ല സംസാരത്തിൽ നാം സ്കില്ലായിരിക്കും. ക്യാൻസർ പോലെയുള്ള ഡേഞ്ചറസായ അപകടകരമായ ഒരുപാട് കാര്യങ്ങളെ ഈ ഖുർആൻ കേട്ട് ഉറങ്ങിയാൽ അത് തടയും. നമ്മുടെ എന്ത് ദുസ്വഭാവങ്ങൾ, മോശമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും ആ സ്വഭാവങ്ങൾക്ക് വലിയ ഒരു മാറ്റം വരും. ഇന്ന് ഞാൻ പറഞ്ഞത് ഒൻലി ഖുർആൻ കേട്ട് ഉറങ്ങിയാൽ നമുക്ക് ലഭിക്കുന്ന ഔഷധഫലങ്ങളും മാറ്റങ്ങളെപ്പറ്റിയും ആണ്. ഇനി അല്ലാത്ത സമയത്ത് ഖുർആൻ കേട്ടാൽ അതിൽ ഉണ്ടാകുന്ന എന്തൊക്കെ ഔഷധ ഫലങ്ങൾ ഉണ്ട് എന്ന് ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ നന്നായിട്ട് ഖുർആൻ കേൾപ്പിക്കണം. ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ കൊടുത്ത് എന്തെങ്കിലും അതിൽ കളിച്ച് ഉറങ്ങലല്ല, അതിന് പകരം ഖുർആൻ ഇങ്ങനെ കേൾപ്പിക്കണം. ചെറിയ കുട്ടികൾ, ശിശുക്കളാണെങ്കിൽ കൂടുതലും അവർക്ക് നാം ഖുർആൻ കേൾപ്പിക്കണം. കൂടുതലും ഖുർആൻ കേട്ടിട്ട് ഖുർആൻ ഓത്തിന് അവർ എഡിക്റ്റ് ആവണം. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശിഫയുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ എല്ലാം ഇവിടെ ആയത്തും ഓതി ഹദീസുകളും വായിച്ച് അതിന് അർത്ഥങ്ങളൊക്കെ പറയുമ്പോഴേക്ക് സമയം നീളുന്നത് കൊണ്ടാണ് വളരെ ചുരുക്കി പറയുന്നത്. നാം എല്ലാ സമയത്തും കഴിവതും ഖുർആൻ ഓതണം. അതിന് വലിയ പ്രതിഫലമുണ്ട്. നമുക്ക് ഇവിടെയും അവിടെയും പാരത്രിക ലോകത്തും വിജയമുണ്ട്. അതേപോലെ തന്നെ നാം ഖുർആൻ കേൾക്കുകയും വേണം. എല്ലാ സമയത്തും ഖുർആൻ ആയിരിക്കണം നമ്മുടെ വീട്ടിൽ നാം കേൾക്കേണ്ടത്. അത് അതിൽ ആ വീട്ടിന് ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് മാറ്റം വരും. ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയില്ല. പല ജാതി രോഗങ്ങളെ അത് തടയും. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അത് കൂടുതലായി പാരായണം ചെയ്യുവാനും അത് കൂടുതലായി കേൾക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുവാനും അതിൻ്റെ ബേക്കിലുള്ള എല്ലാ സയൻസുകളെ പഠിക്കുവാനും അതിൻ്റെ മുറ പോലെ പഠിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.